മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരെല്ലാം ചേർന്ന് ഡൽഹിയിൽ ഫെബ്രുവരി 8-ാം തീയതി നടത്താൻ തീരുമാനിച്ചിട്ടുള്ള സമരം കുറേയും കൂടി വിപുലമായ പങ്കാളിത്തത്തോടുകൂടി ശ്രദ്ധേയമാവുമെന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്നേ ദിവസം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലെല്ലാം വൈകുന്നേരം നടക്കുന്ന അതിവിപുലമായ ധർണയോടൊപ്പം ഡൽഹിയിൽ നടക്കുന്ന കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരായിട്ടുള്ള ഫെഡറൽ സംവിധാനത്തിന് വേണ്ടിയുള്ള സമരം, അതിൽ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന BJP-യേതര ഗവൺമെൻറ്റുകൾ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രശ്നം ഉൾപ്പെടെ ചർച്ചയാവുന്ന തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ സമാന താൽപ്പര്യമുള്ള രാഷ്ട്രീയ കക്ഷികളുടെയും മുഖ്യമന്ത്രിമാരുടെയും പിന്തുണ നമ്മുടെ കേരള മുഖ്യമന്ത്രി തേടിയിട്ടുണ്ട്. അനുകൂല പ്രതികരണങ്ങളാണ് വിവിധ മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക കരുത്തിനെ തകർക്കുന്ന, നേരത്തെ പറഞ്ഞ ഒരു പ്രതിരോധ നില തീർക്കുന്ന സമീപനത്തിനെതിരായി ഒരു പൊതുവായ പ്രതിഷേധമായി ഡൽഹിയിലെ 8-ാം തീയതിയത്തെ സമരം മാറും എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇതെടുത്ത് പറയേണ്ടി വന്നത് മാധ്യമങ്ങളിൽ ചിലത് ഇത് സമരം എന്നുള്ളതെല്ലാം മതിയാക്കിയിരിക്കുകയാണ്, ഒരു സമ്മേളനം പോലെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി കൊടുക്കുകയുണ്ടായി. അത് അടിസ്ഥാനമില്ലാത്തൊരു വാർത്തയാണ്. ഞങ്ങൾ മുമ്പ് തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോട് കാണിക്കുന്ന, പൊതുവെ BJP-യേതര ഗവൺമെൻറ്റുകളോട് കാണിക്കുന്ന സാമ്പത്തിക പ്രതിരോധം ഉൾപ്പെടെയുള്ള പ്രശ്നം, ഫെഡറൽ സംവിധാനത്തിൻ്റെ പ്രശ്നം വെച്ചുകൊണ്ട് തന്നെയാണ് സമരം. ആ സമരം ശക്തിയായ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് തന്നെയാണ് പറയാനുള്ളത്. ആ സമരത്തോടൊപ്പം സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ മേഖലയിലുള്ള ആളുകൾ പങ്കെടുക്കുകയാണ് ചെയ്യുക. അതാണ് അത് സംബന്ധിച്ചുള്ള കാര്യം.